ഷാലൂസ് ടേസ്റ്റ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ ഒരു മത്തങ്ങ അലുവ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ ഫ്രണ്ട്സ്. എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനാവശ്യമായി ഞാനിവിടെ ഒരു 2.5 കിലോയുടെ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെത്തി വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. ഇനി അതിനാവശ്യമായി നമ്മൾ ഒരു തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയല്ല, ഒരു തേങ്ങയുടെ ഫുൾ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 കിലോ ശർക്കര നമ്മൾ എടുത്തിട്ടുണ്ട്. ശർക്കര നമ്മൾ നന്നായിട്ട് മെൽറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല കറുത്ത ശർക്കര നോക്കി വേണം എടുക്കാൻ. 1 കപ്പ് കാഷ്യൂനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്, കുരുവില്ലാത്ത കറുത്ത മുന്തിരി. ഇനി അതിനാവശ്യമായി നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി മത്തങ്ങ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആവി കയറ്റിയാണ് എടുക്കുന്നത്. നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് ആവി കയറ്റി വേണം എടുക്കാൻ. ഞാനതുകൊണ്ട് ഇതുപോലൊരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം വാരി ഇതിൻ്റെ അകത്ത് വയ്ക്കാം. വെള്ളം നല്ല തിളച്ചതിന് ശേഷം വേണം നമ്മൾ അരിഞ്ഞു വെച്ചില്ലേ മത്തങ്ങ പീസൊക്കെ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ സ്റ്റൗ സ്ലോയിൽ വെച്ചിട്ടാണ് ഈ മത്തങ്ങ എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഞാനൊരു 10 മിനിറ്റ് ഇത് വേവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് കുത്തി നോക്കുമ്പോൾ അറിയാം ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന ചട്ടിയില്ല, നല്ല അടി കെട്ടിയുള്ള ചട്ടി നോക്കി വേണം നമ്മൾ അലുവ തയ്യാറാക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ചട്ടി വെച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യാണ് ചേർക്കേണ്ടത്. നമ്മൾ 5 സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുന്തിരിയും കാഷ്യൂനട്ടൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാവേ. ഇനി നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇത് വറുത്തില്ലേ, നെയ്യ് കാഷ്യൂനട്ട് മുന്തിരി വറുത്ത ആ നെയ്യിൽ തന്നെ നമ്മൾ മത്തങ്ങ നേരത്തെ നമ്മളെടുത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. തണുത്തതിന് ശേഷം വെള്ളം ചേർക്കാതെ വേണം, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണം മത്തങ്ങ നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഒരു തരി പോലും ഇല്ലാതെ അരച്ചെടുക്കണേ. നമ്മൾ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ നെയ്യിൽ തന്നെ ഈ അരച്ചില്ലേ മത്തങ്ങ നന്നായിട്ട് വതക്കിയെടുക്കാം. ഇതിൻ്റെ ഈ പച്ച മണമൊക്കെ മാറിയതിന് ശേഷം വേണം നമ്മൾ നേരത്തെ എടുത്തു വെച്ചില്ലേ ശർക്കര പാനി, അതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. മത്തങ്ങയുടെ പച്ച സ്മെല്ലൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് നേരത്തെ എടുത്തു വെച്ച ശർക്കര പാനി ഫുള്ളും നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഞാൻ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിരുന്നത്. അത് നമ്മൾ അരിച്ച് എടുത്തിട്ട് വേണം ഇത് ചേർക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ശർക്കര അങ്ങനെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ല കറുത്ത ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ അലുവയ്ക്ക് നല്ല കറുത്ത കളർ തന്നെ കിട്ടുവേ. അപ്പോൾ നമ്മൾ ശർക്കര മേടിക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര നോക്കി വേണം മേടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് നമ്മൾ അതാണ്ട് മിക്സായി കൊടുത്തു കഴിയുമ്പോൾ ഈ മത്തങ്ങയുടെ ആ മഞ്ഞ കളറുണ്ടല്ലോ അതെല്ലാം മാറി നല്ല കറുത്ത കളറായിട്ട് തന്നെ നമുക്ക് വരുവേ. ഇനി നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഇനി ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് വരുമ്പോൾ വേണം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ തേങ്ങാപ്പാൽ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ചെറുതായിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിലൊന്ന് അരച്ചെടുക്കണേ. നല്ല മഷി പോലെയല്ല, എന്നാലും ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ തേങ്ങാപ്പാൽ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണേ. ഇനി നമ്മളിപ്പോൾ ആ തേങ്ങാപ്പാലെല്ലാം ചേർത്തിട്ടുണ്ട്. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയല്ല, നമ്മൾ മൊത്തത്തിൽ അടിച്ചെടുത്തതല്ലേ. നമ്മളൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് തേങ്ങാപ്പാൽ അടിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ മധുരം കുറച്ചുകൂടെ മുന്നോട്ട് നിൽക്കുവേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണേ, ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി ഇതേ സമയം നമുക്ക് 1 ടീസ്പൂൺ ഏലക്ക നന്നായിട്ട് പൊടിച്ചതാണേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. 1 ടീസ്പൂൺ തന്നെ എടുക്കണേ ഏലക്ക. നമുക്ക് എന്നിട്ട് ഇതൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം.
തരി പോലെ ഇല്ലാതെ നല്ല മഷി പോലെ വേണം നമ്മൾ ഏലക്ക പൊടിക്കുമ്പോൾ പൊടിച്ചെടുക്കേണ്ടത്. ഇനി ഏകദേശം നമ്മുടെ അലുവയുടെ അത് കുറുകി വന്നിട്ടുണ്ട്. ഇതേ സമയം വേണം നമ്മൾ കോൺഫ്ലവർ നേരത്തെ 2 എടുത്ത് വെച്ചില്ലേ, 2 സ്പൂൺ, ആ കോൺഫ്ലവറിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതാണ്. എന്നിട്ട് വേണം നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാൻ. കോൺഫ്ലവറിന് പകരം നമുക്ക് അരിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. അപ്പത്തിൻ്റെ അരിപ്പൊടി ഇല്ലേ, അത് നല്ല വറുത്ത അരിപ്പൊടി, അതിൽ ഇതുപോലെ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ കോൺഫ്ലവർ ചേർത്ത ഉടനെ തന്നെ നമ്മുടെ അലുവ കുറുകാൻ തുടങ്ങുവേ. ഈ സമയം നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് കുറുകി വരുന്ന സമയം അനുസരിച്ച് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണേ. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് തന്നെ മിക്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ നെയ്യൊന്നും കാണാനില്ല. ഇനി നമുക്ക് ഇതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അടി പിടിക്കാതെ വേണം ഇളക്കി കൊടുക്കാൻ. നമ്മൾ ഈ അലുവ തയ്യാറാക്കി കഴിയുമ്പോൾ 3 മണിക്കൂറാവും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇനി ബാക്കിയുള്ള നെയ്യും ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാവേ. ഇത് വിട്ട് വരുന്ന അനുസരിച്ച് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി നമ്മുടെ അലുവ പകുതി വരുവായിട്ടുണ്ട്. കണ്ടോ, ഏകദേശം ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു 1/2 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ടായിരുന്നേ. മൊത്തത്തിൽ നമുക്കിത് ചേർക്കാൻ വേണ്ടി വന്നത് 1/2 കപ്പ് നെയ്യ് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നേ. ഇനി ഇതുപോലെ തന്നെ നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാവേ. ഈ കുറുകുന്ന അനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ. ഇനി ഇത് കുറുകി കഴിയുമ്പോൾ ഇതേ സമയം വേണം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മുന്തിരിയും കാഷ്നട്ടൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ അലുവ നല്ല കറുത്ത് തന്നെ കിട്ടിയിട്ടുണ്ടോ. നമ്മുടെ ശർക്കര നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ നമ്മുടെ അലുവ നല്ല കറുത്ത കളറിൽ തന്നെ നമുക്ക് കിട്ടുവേ. അങ്ങനെ നമ്മൾ വറുത്ത് വെച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കിനി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചട്ടിയിൽ നിന്ന് നന്നായിട്ട് തന്നെ നമുക്ക് അലുവ വിട്ട് വരുന്നുണ്ട്. കണ്ടോ, ഇത് കുക്കായതിൻ്റെ ഭാഗമാകുമ്പോൾ നമുക്ക് ഇതുപോലെ വിട്ട് വരും. ഇനി ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാവേ. നമ്മുടെ അലുവ അങ്ങനെ നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ബോളായിട്ട് നമുക്ക് വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഒതുക്കി വയ്ക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒതുങ്ങി വരുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ അലുവ ആയതിൻ്റെ പാകം. പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ കയ്യിലെടുത്ത് നോക്കിയാലും നമുക്കറിയാവേ. ഞാൻ ഇതുപോലെ ഒരു തട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നെയ്യ് തടവി വെച്ചതാണേ. നമ്മൾ ഇതുപോലെ നമ്മൾ എടുത്ത് ഉരുട്ടി നോക്കണേ അലുവ. അപ്പോൾ നല്ല ഉരുണ്ട് ബോൾ പോലെ വരുവാണെങ്കിൽ ഇത് കറക്റ്റ് പരുവാ. കണ്ടോ, ചൂടോടെ എടുത്ത് ഉരുട്ടലും തണുത്തതിന് ശേഷം. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ നെയ്യ് തടവി വെച്ചില്ലേ, ആ പാത്രത്തിലേക്ക് നമ്മുടെ അലുവ എല്ലാം കോരി വയ്ക്കാം. നമ്മളിത് തയ്യാറാക്കി കഴിഞ്ഞാൽ മത്തൻ അലുവ എന്നേ പറയത്തില്ല ആരും നമ്മൾ തയ്യാറാക്കി കൊടുത്താലും. കണ്ടോ, ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ടൊക്കെ വെച്ച് കൊടുക്കാവേ. നമ്മളിതുപോലെ നന്നായി തേച്ച് വെച്ചതിന് ശേഷം ഒരേ അളവാക്കി വെക്കണം. നമ്മൾ നല്ല അമർത്തി വേണം തേച്ചുള്ളൂ. അപ്പോൾ ക്യാപ്പൊന്നും ഇല്ലാതെ ഇത് നല്ല മുറുകി ഒരേപോലെ അളവിന് നമുക്ക് അകത്തോട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കോരിയിട്ട് നല്ല ബലത്തിൽ ഇതിങ്ങനെ അമർത്തി കൊടുക്കണം. അങ്ങനെ കുറച്ച് കാഷ്നട്ടൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് 6 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി, നല്ല തണുത്തതിന് ശേഷം. അങ്ങനെ നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റിയായ അലുവ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.